അപ്പൊ നമ്മള് രണ്ട് സൈഡിലും കടലിന് നടുക്കൂടുള്ള ഒരു വഴിയിൽ കൂടെ പോവാണ്. പണ്ട് ഈ സൈഡിൽ നിന്നും ഈ ധനുഷ്കോടി വരെ വഴി ഇല്ലായിരുന്നു, ജീപ്പിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ജീപ്പ് കിട്ടുമായിരുന്നു. ജീപ്പിൽ അങ്ങ് ധനുഷ്കോടി എൻഡ് വരെ പോവായിരുന്നു. ഇപ്പോഴത്തെ സെറ്റപ്പ് അതല്ല, സൈഡൊക്കെ കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മരുഭൂമി കൂടെ പോകുന്ന എഫക്റ്റ് ആണ്. ഇടതും വലതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. ഇടത് സൈഡില് ബീച്ചിന്റെ പോലെ ഇങ്ങനെ കിടക്കുകയാണ്, പക്ഷെ അവിടെ അങ്ങ് നീങ്ങിയാണ് ബീച്ച് തന്നെയാണ്. വലത് സൈഡിൽ വളരെ അടുത്താണ് ബീച്ച്. ഇപ്പം ഒരേ പ്രശ്നം വെച്ചാൽ നിങ്ങൾ ബൈക്കിലൊക്കെ വരുവാണെങ്കിൽ ഫുള്ള് കവേർഡായിട്ടൊക്കെ ചെവിയൊക്കെ മൂടിയേ പറ്റത്തുള്ളൂ, ഹെൽമെറ്റും കഴുത്തിലൊക്കെ എന്തെങ്കിലും കാര്യം. അതുപോലെ മണ്ണടിക്കുന്നുണ്ട്, നടന്നു വരുന്നത് കാണാം. ചെവിയിലൊക്കെ മണ്ണ് കയറുന്നുണ്ട്, കണ്ണിലും ചെവിയിലും ഒക്കെ. വളരെ സേഫ് അല്ല, ഗ്ലാസ് തുറന്നിട്ട് ഓടിക്കുന്നത് സേഫ് അല്ല. ഇതാണ് ധനുഷ്കോടിയുടെ, അതായത് നമ്മുടെ ഇന്ത്യയുടെ എൻഡാണ്. ഇന്ത്യയുടെ ഒരു ലാസ്റ്റ് പോയിന്റിലേക്ക് പോവാണ്. അവിടെ നിന്ന് 22 കിലോമീറ്റർ ശേഷം കാണുന്നത് അടുത്ത രാജ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ ഒരു എൻഡിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ, ഈ സൈഡ് റൈറ്റ് സൈഡിലാണ് കാറ്റ് കൂടുതലും ഉള്ളത് കേട്ടോ. ഞങ്ങൾ വല്ല വിധത്തിൽ ഒരു പാർക്കിംഗ് ഒക്കെ കിട്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഫ്രണ്ടില് ഇതാണ് തിരക്ക്. നമ്മുടെ കാറ്റെന്ന് പറഞ്ഞാൽ അപാര കാറ്റാ. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാ കാറ്റടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ധനുഷ്കോടിക്ക് ബായ് പറഞ്ഞു. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ധനുഷ്കോടിയിലെ സൈക്ലോൺ വന്നടിച്ചിട്ട് ബാക്കി അവശിഷ്ടങ്ങൾ കാണാനാണ്. ആരും ഇങ്ങോട്ട് ഇപ്പൊ വരുന്നില്ല. ആക്ച്വലി പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ പോയിട്ട് ധനുഷ്കോടി ആ എൻഡി പോയിട്ട് നിൽക്കുകയാണ്. ശരിക്കും നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ വണ്ടി നിർത്തുന്നത് ഇവിടെ വണ്ടി നിർത്തി ഇവിടെ കുറച്ച് കടകളൊക്കെ കാണാം. ഇവിടെ കയറി ഇതൊക്കെ കാണും. നല്ലൊരു സൺസെറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇതിന്റെ സൈക്ലോൺ വന്ന് അടിച്ചിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ എടുത്തോണ്ട് പോയ കടലെടുത്തോണ്ട് പോയതിന്റെ ബാക്കി അപ്പോൾ നമ്മൾ രാവിലെ കുളിച്ച് സുന്ദരനായും ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ രാവിലത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ രാമേശ്വരം ടെമ്പിളിൽ കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള നമ്മുടെ ഹോട്ടലിൽ നമ്മൾ ആക്ച്വലി അതിൻ്റെ അടുത്താണ് എടുത്തേക്കുന്നത്, രാവിലെ പോയി കാണാനുള്ള ഒരു പ്ലാനിൽ. അപ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് രാമേശ്വരത്തിലേക്ക് പോകുന്ന അമ്പലത്തിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഈ അമ്പലത്തെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമ്മൾ പുറകെ പറയും. पूरा बंडल भी ഇത് നമ്മുടെ ശംഖില് വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അണ്ണാ പേരെന്നാ?
സാർ ഉള്ള പേര് ബായ് മൈദീൻ ബായ് ബായ് മൈദീൻ ബായ്. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇതിലൊക്കെ നല്ല മനോഹരമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് പൈസ കൊടുത്താലും നമ്മുടെ പേരൊക്കെ ഇവർ കൊത്തിത്തരും. നല്ല രസമുണ്ട്. ഇത് അതുപോലെ കൊത്തി. ചിന്നത് വന്നിട്ട് 60 രൂപ. അണ്ണാ ഈ പെരുസല്ല എവ്വളോ? 150. ഇതെല്ലാം 150 രൂപ. ഇതിൽ പെയിന്റിലാണ് ഇവർ ചെയ്യുന്നത്. അതിനുള്ള സാമഗ്രികളാണ് ഇത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ എഴുതി തരുന്നതായിരിക്കും. ഇതിൻ്റെ വാതിൽ തന്നെയാണിത്. വരുന്നവർ ഈ അണ്ണൻ്റെ കട. രാമേശ്വരം ടെമ്പിളിൻ്റെ മെയിൻ കവാടത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടെ ചെന്ന് കച്ചവടക്കാരും ഭക്തന്മാരുമായിട്ടുള്ള ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഇവിടെ ഉണ്ട്. പാൻറ് ഇടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ അതുകൊണ്ട് ഒരു ലുങ്കിയൊക്കെ കൊടുത്താണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് പാൻറ്റും ട്രൗസറൊക്കെ ഇട്ട ഒത്തിരി പേര് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ കവാടം. ഇതിലെ മാത്രമേ എൻട്രൻസ് ഉള്ളൂ. നമ്മൾ അങ്ങനെ പോയി ചുറ്റി ആ വലിയ ഇതിലെ കയറി ഇതിങ്ങനെ വന്ന് ഇവിടെ കൂടെ കയറി പോയി അപ്പുറത്തെ ഒരു ഗേറ്റിൽ കൂടാണ് ഇറങ്ങി വരേണ്ടത്. അപ്പോൾ കയറി പോകുന്നതെല്ലാം നമ്മൾ കാണിക്കാം. അങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെ സെൽഫോൺസ് അലൗഡ് അല്ല. അത് വെളിയിൽ ലോക്കറി വെച്ചിട്ട് പോകണം. അതാണ് പ്രശ്നം. ഇതിൻ്റെ വാതിൽ നിന്നുള്ള വ്യൂസ് കാണിക്കാം. അകത്തോട്ട് സെൽഫോൺ അലൗഡ് അല്ല. ഇറങ്ങിയിട്ടുള്ളത് കാണിക്കാം. ഇവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ സെൽഫോൺസ് എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്തേക്കാണ്. നമ്മളിവിടെ വെളിയിൽ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. അവിടെ വെച്ചിട്ട് വരുന്നവർ ശ്രദ്ധിക്കുക. ലോക്കർ ഫെസിലിറ്റിയിൽ അത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ തന്നെ വെച്ചിട്ട് കയറുക. ലോകത്തിലെ തന്നെ 3ാമത്തെ ഏറ്റവും വലിയ കോറിഡോർ, അതായത് ഇടനാഴികയാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാമേശ്വരം ടെമ്പിൾ കോറിഡോറാണ്. അതിലൂടെ നടന്നു പോകുന്നത്. നിങ്ങൾക്കിത് കാണാം. അതിമനോഹരമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മിതികളൊക്കെ അപ്പോൾ ഇപ്പം നമ്മൾ നടന്നു പോകുന്നത് അതിൻ്റെ അമ്പലത്തിൻ്റെ വാതിൽക്കൽ തന്നെ മുന്നിൽ തന്നെ ദേവസ്ഥാനം എന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ, അതായത് മെയിൻ എൻട്രൻസിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെ ബലിയിടാൻ പോകുന്ന വഴിയാണിത്. അപ്പോൾ ഈ വഴി നേരെ ചെന്ന് കടൽ തീരത്തോട്ടാണ് പോകുന്നത്. അവിടെ ആൾക്കാർ ഇരിപ്പുണ്ട് നമുക്ക് ബലിയിടാൻ ഉള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളിത് കാണിക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് പോവാം. ഇതാണ് നമ്മൾ പറഞ്ഞ കർമ്മം ചെയ്യുന്ന പൂജാരിമാരുടെ ഇരിപ്പുണ്ട്. നമ്മൾ ഇവിടെ വന്നവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി മുങ്ങി എറിഞ്ഞ് വെള്ളത്തിൽ പൊങ്ങി വരാം. ഒരു കടലാണ്. ഇത്രയും ശാന്തമായ കടൽ നമ്മളവിടെ കാണാൻ കിട്ടില്ല. ഇതാണ് കേശു വീടിൻ്റെ നായകൻ സിനിമയുടെ ക്ലൈമാക്സ് എടുത്ത സ്ഥലം. കേശു വീടിൻ്റെ നാഥൻ. അതെ, അമ്പലത്തിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. രാമേശ്വരത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ചാർധാം എന്ന് പറയുന്ന ഇന്ത്യയിലെ 4 സ്ഥലങ്ങളിൽ, പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് രാമേശ്വരം. അപ്പോൾ അത് ഏതൊക്കെയാണ്? ദ്വാരക ഉണ്ട്, പിന്നെ നമ്മുടെ കാശിയുണ്ട്, പിന്നെ സൗത്തിലെ രാമേശ്വരം, പിന്നെ ഒറീസയിലെ പുരി. അപ്പോൾ നമുക്കുള്ളത് രാമേശ്വരമാണ്. നോർത്തിലെ കാശിപൂല നമ്മുടെ ഇവിടുത്തെ രാമേശ്വരം, സൗത്തിലെ രാമേശ്വരം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ദക്ഷിണ മേഖലയിൽ നമുക്കുള്ളത് ഇന്ത്യയിലെ രാമേശ്വരം. അപ്പോൾ ഈ കാണുന്ന ടെമ്പിൾ, നിങ്ങൾ പുറകെ കാണുന്ന ടെമ്പിൾ എന്ന് പറയുന്നത് രാമേശ്വരം രാമനാഥ ടെമ്പിൾ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് വെച്ചാൽ രാവണൻ എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണനാണല്ലോ. അപ്പോൾ രാവണനെ വധിച്ച ശേഷം ആ ഒരു പാപങ്ങൾ കഴുകിക്കളയാനായിട്ട് ഒരു പ്രതിവിധിയായിട്ട് രാമന് സീതയും ലക്ഷ്മണനും കൂടെ ശിവലിംഗം വെച്ച് പൂജിക്കണം എന്ന ഇത് വന്നു, ഒരു ചിന്ത വന്നു. അപ്പോൾ ആരോ പറഞ്ഞു ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ പൊതുവെ എല്ലാം വിഷ്ണു ഭക്തനാണ്, ശിവലിംഗം ഇല്ല. അപ്പോൾ രാമൻ്റെ
ആജ്ഞപ്രകാരം ഹനുമാൻ കൈലാസത്തിൽ ഒരു ശിവലിംഗം കൊണ്ടുവരികയാണ്. പക്ഷെ അത് വരുമ്പോൾ ഒത്തിരി താമസിക്കില്ല. ഹനുമാൻ പോകുന്നു ശിവലിംഗം എടുക്കാനായിട്ട്, പൂജ ചെയ്യാനായിട്ട് ഹനുമാൻ പോകുന്നു. അപ്പോൾ ഹനുമാൻ എത്താനായിട്ട് വൈകുന്ന ഒരുപാട് ലേറ്റ് ആയപ്പോഴത്തേനും സീതാദേവി ഇവിടുത്തെ മണ്ണെടുത്ത് ഒരു ശിവലിംഗം ഇവിടെ ഉണ്ടാക്കി. കടലാണ് കാണാൻ, ഈ കടലിൽ നിന്ന് ആ വെളി കാണുന്ന കടലാണ് ആ കാണുന്നത്. ആ കടലിൽ നിന്ന് സീതാദേവി മണ്ണെടുത്ത് ഒരു ലിംഗം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഈ ടെമ്പിളില് 2 ശിവലിംഗമുണ്ട്. ഒന്ന് രാമലിംഗം. അപ്പൊ അതുണ്ടാക്കി വെച്ച് പൂജ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഹനുമാൻ ആ സമയത്ത് ഹിമാലയത്തിൽ നിന്ന് ശരിക്കുള്ള ശിവലിംഗം കൊണ്ടുവരുന്നു. അതും ഇവിടെ വന്ന് പ്രതിഷ്ഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ 2 ലിംഗമുണ്ട്. രാമലിംഗം സീതാദേവി ഉണ്ടാക്കിയ ലിംഗം, രണ്ടാമത്തേത് മഹാലിംഗം മഹാശിവലിംഗം. അത് ഹിമാലയത്തിൽ നിന്ന് ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗമാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ മഹാശിവലിംഗം തൊഴുതാണ്. മറ്റേ സീതാദേവി ഉണ്ടാക്കിയ ശിവലിംഗം ഉണ്ട്, അടുത്ത് തന്നെയാണ്. അത് തൊഴണമെന്നാണ് ആചാരം. അപ്പോൾ ഇതിൽ കയറി വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ക്യൂ ഉണ്ട്. ഒരു ഫ്രീ ആയിട്ട് കയറി പോകുന്ന സ്ഥലമുണ്ട്. പിന്നെ അതല്ലാതെ 100 രൂപ പാസിന് കയറി പോകുന്ന സ്ഥലമുണ്ട്. ഞങ്ങൾ 100 രൂപ 200 പാസ് ഉണ്ട്. അപ്പം നിങ്ങൾ കയറി പോകുമ്പോൾ ആദ്യം ഇടത്തെ സൈഡ്, അത് ഈ കാണുന്ന അമ്പലത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ ഈ വലത്തെ സൈഡിലാണ് അല്ലേ, ഇടത്തെ സൈഡിൽ അതിൻ്റെ കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് എടുത്തിട്ട് പോവുക നിങ്ങൾക്ക് കയറണമെങ്കിൽ. കാര്യം ഇല്ലെങ്കിൽ നമ്മൾ ക്യൂ അങ്ങേറ്റത്ത് പോയി തുടങ്ങിയിട്ട് വീണ്ടും ഏതാണ്ട് 1300 മീറ്റർ നടന്നു വരും, നമുക്കറിയാൻ മേത്തോണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു തരും, നമ്മളത് പറ്റിപ്പോയി. നിങ്ങൾ ഇടത്തെ സൈഡിൽ കാണുന്ന ആദ്യം ക്യൂ കയറി 100-ൻ്റെയോ 200 എടുത്താലും നിങ്ങളുടെ കാശുണ്ടെങ്കിൽ 200 എടുത്തിട്ട് കയറുകയാണ് നല്ലത്. ക്യൂ ഭയങ്കര ക്യൂ ആണ് നിങ്ങൾക്ക് കയറാൻ. കാര്യം ഇന്ത്യ മുഴുവൻ ആൾക്കാർ ഇവിടെ ഉണ്ട്. നിങ്ങൾ 200 ക്യൂ എടുത്തിട്ട് ആദ്യം കയറാം. അപ്പോൾ ആദ്യം കയറുന്നത് നമ്മൾ ദർശനം ചെയ്യുന്നതും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡാണ്. ആദ്യം 200 രൂപയുടെ ആൾക്കാരാണ് മുന്നേ ദർശനം ചെയ്യുന്നത്. രണ്ടാമത് 100 രൂപയുടെ. പിന്നെ ഏറ്റവും ഫ്രീ ഉള്ളവർക്കും ബാക്കിൽ നിന്നാണ് ദർശനം ചെയ്യുന്നത്. അതും അതിലെല്ലാം ഭയങ്കരമായിട്ട് തിരക്ക് ഭയങ്കരമാണ്. 200 രൂപയുടെ അടുത്ത് ഏറ്റവും ഉണ്ട്. 100 രൂപയുടെയും ക്യൂ ഉണ്ട്. നമ്മൾ 100 രൂപയുടെ അടുത്ത് കയറിയത്. പക്ഷേ 200 രൂപയുടെ വേഗം നിങ്ങൾക്ക് കയറിപ്പോകാം. നമ്മൾ ഈ ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇന്ത്യയിലുള്ള 12 ജ്യോതിർലിംഗത്തിൽ ഒരു ജ്യോതിർലിംഗം ഈ അമ്പലത്തിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് കാണേണ്ടതുമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കോറിഡോർ ഉണ്ട്. വേൾഡിലെ കോറിഡോർ എന്നാണ് ഇടനാഴിക. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നീളം കൂടിയ ഇടനാഴികയാണ് ഇവിടെ ഉള്ളത്. 1000 പില്ലേഴ്സ് വെച്ച് എനിക്കൊരു ഫോൺ വരുന്നു ഉണ്ടാക്കിയ ഒരു ഇടനാഴിക എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കാണേണ്ടതാട്ടോ. അതിൻ്റെ ഒരു ഫോട്ടോ ഇപ്പം ഞങ്ങൾ കാണിക്കാം. അതല്ലാതെ ടെമ്പിളിനുള്ളിൽ നമുക്ക് ഫോൺ കൊണ്ട് കയറാനൊക്കത്തില്ല. അതുകൊണ്ട് പല ഷോട്ട്സും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും നമ്മൾ ലൈഫിൽ വൺ ടൈം കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അതിൻ്റെ അകത്തുള്ള കൊത്തുപണിയും അതിൻ്റെ അകത്തുള്ള ആ ഒരു സ്ട്രക്ചറും ഒക്കെ നല്ല ഭംഗിയായിട്ട്. ഇത് 12-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ ഡൈനാസ്റ്റിയുടെ സമയത്ത്, പാണ്ഡ്യ രാജാക്കന്മാരുടെ സമയത്ത് ഉണ്ടാക്കിയതാണ്. 19-ാം നൂറ്റാണ്ട് വരെ ഇതിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഒടുവിൽ കാണുന്ന 12-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 19-ാം നൂറ്റാണ്ടിൽ കാണുന്നതാണ് നമ്മൾ ഈ പുറകെ കാണുന്ന ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. അവസാനമായിട്ട് ഇതിൻ്റെ റിനോവേഷൻ നടന്നു. അവിടെ എഴുതി വെച്ചേക്കുന്ന അനുസരിച്ച് 1925 റിനോവേഷൻ നടന്നു. പക്ഷേ ഇപ്പോഴും ചെറിയ കൽപ്പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് വെളിയിൽ. പിന്നെ അതിമനോഹരമായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ ഇത്രയും ആ ഒരു കാലഘട്ടത്തിൽ 12-ാം നൂറ്റാണ്ടിൽ അവർ രാജാക്കന്മാർ ഇങ്ങനെ ചെയ്തു. ഇത് ആര് ചെയ്തു വെച്ചാൽ അവരെ നമിക്കുകയാണ്. മുഴുവൻ കരിങ്കല്ലിൽ കൊത്തുപണിയാണ്. മുകൾ ഭാഗം മുതൽ അതിൻ്റെ സൈഡ് മുതൽ തറ വരെ കരിങ്കല്ലാണ്. അതിമനോഹരമായ ഒരു അമ്പലമാണ്, വന്ന് കാണണം. അപ്പോൾ രാമേശ്വരത്തിൻ്റെ ഒരു പാട്ട് ഇവിടെ തീർന്നു. ഇനി തിരിച്ചു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് അത്. നമുക്ക് ഇതിൽ മനോഹരമായ കാഴ്ചകൾ അവിടെയും കാണാറുണ്ട്. അപ്പോൾ ബൈ ബൈ. എവിടെ നോക്കിയാലും വെള്ളം. അപ്പൊ ചങ്ങായിസ്, നമ്മളിപ്പോ നിൽക്കുന്നത് മണ്ഡപം സ്റ്റേഷനാണ്. ട്രെയിൻ കിട്ടിയില്ലാന്ന് വെച്ച് ചോദിച്ച് വീണ്ടും 3:40 ട്രെയിൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ട്രെയിൻ സൈഡിൽ കൂടെ പോയി ഞങ്ങൾ തിരിച്ചു വന്നതാണ് രാമേശ്വരം മണ്ഡപം വരാൻ വേണ്ടി. പക്ഷേ കിട്ടിയില്ല. ഇപ്പം മണ്ഡപം വന്നിട്ട് ഇവിടെ നിന്ന് 3:40 ട്രെയിൻ ഉണ്ട്. ടിക്കറ്റ് എടുത്ത് നിൽക്കുകയാണ്. 30 രൂപയുള്ളൂ. അത് മണ്ഡപം എന്ന് പറയുന്നത് നമ്മുടെ പാമ്പൻ ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ച് പാമ്പൻ ബ്രിഡ്ജ് ഇപ്പുറത്തോട്ട്. ഇവിടെ മണ്ഡപത്തിന്റെ നമ്മൾ വരുമ്പോൾ ആദ്യം കാണുന്ന മണ്ഡപം സ്റ്റേഷനാണ്. അത് കഴിഞ്ഞ് പാമ്പൻ ബ്രിഡ്ജ് ഇറങ്ങി അപ്പുറം എത്തുമ്പോൾ പാമ്പൻ കാണും. പിന്നെ ഒരു 7 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ഇവിടെ നിന്ന് കയറി നമ്മൾ പാമ്പൻ അപ്പുറം പാമ്പൻ പാലം കഴിഞ്ഞ് അതേകൂടെ കോമഡി പോകുന്നത്. അതിനപ്പുറം നമ്മൾ ഇറങ്ങി, അതായത് പാമ്പൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അവിടെ തിരിച്ച് ഓട്ടോ വിളിച്ചിട്ട് വന്ന് കാർ ഇവിടെ കിടക്കുന്ന ഇവിടെ എടുത്തോണ്ട് പോകണം. ഇല്ലെങ്കിൽ ഇതേ പാളത്തിൽ ഇവിടെ നടക്കും ഇങ്ങോട്ട്. അപ്പോൾ എന്തായാലും നോക്കാം, സംഭവം കാണിച്ചു തരാം.
ഗൈസ് നമ്മുടെ ട്രെയിൻ ആക്ച്വലി പാമ്പൻ ബ്രിഡ്ജിലോട്ട് കയറുന്ന ഒരു കാഴ്ചയാണിത്. അടിപൊളി, ഒരു രക്ഷയില്ല. അതായത് കടലിലേക്കുള്ള 100 വർഷത്തിന് മേലെ പഴക്കമുള്ള പാലത്തിലേക്ക് കയറുകയാണ് നമ്മൾ. വെയിറ്റ് ആൻഡ് സീ. പുതിയ പാലം പണിയുന്നതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതാണ് അപ്പുറത്ത് കാണുന്നത്. കടല് സംഗമിക്കുന്ന സ്ഥലത്തും കൂടാണ് പോകുന്നത്. ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഇത് പോകുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ഭയവും ഫീലും ഒക്കെ അറിയത്തുള്ളൂ. പിന്നെ എന്നിട്ട് 1914, അതായത് 108 വർഷങ്ങൾക്ക് മേലെ പണിത ഒരു പാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ബ്രിട്ടീഷുകാർ പണിത ഒരു പാലമാണ് അറിയിക്കുന്നത്. അപ്പുറം പണി നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പാലത്തിൻ്റെയാണ്. അത്ര സേഫൊന്നും അല്ല. പിന്നെ നമുക്ക് കടലാണ്. കടലടിയിൽ പഴയ കുറേ കൺസ്ട്രക്ഷൻ്റെ ബാക്കികൾ, കുറേ പാറക്കല്ലുകളും ഒക്കെ കിടക്കുന്നത് കാണാം. അതിമനോഹരമായ കാഴ്ച, അതുപോലെ തന്നെ ഭയാനകമായൊരു കാഴ്ച. ചങ്ങായ്സ്, അപ്പോൾ നമ്മുടെ പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു അടിപൊളി നാട്ടുപുറ റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ ഒരു ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു ആ ട്രെയിനിൽ കയറിയത്. നിങ്ങളൊക്കെ കിട്ടുന്നവരൊക്കെ കയറുക. ഇവിടെ വരുന്നവരെന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യണം. അടിപൊളിയായിരുന്നു, അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പോൾ ചങ്ങായ്സ്, ഞങ്ങൾ പ്രഭാകരൻ എന്ന ഒരു ഓട്ടോ വിളിച്ച് ഇവിടെ നിന്ന് പാമ്പൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു 8-9 കിലോമീറ്ററാണ് മണ്ഡപം ടു പാമ്പൻ. അവിടെ പാമ്പന്മാരെ കഴിയുമ്പോൾ ഒരു സ്റ്റോപ്പാണ് പാമ്പൻ. എല്ലാവരും 15 മിനിറ്റ് അവിടെ ഇറങ്ങി. അപ്പോൾ തിരിച്ച് ഇനി കാർ എടുക്കാൻ മണ്ഡപത്തിൽ പോകണം. മണ്ഡപം സ്ഥലം ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്ന് ഇവിടുന്ന് ഒരു ഓട്ടോ കിട്ടി. അവിടെ 250 പറഞ്ഞ് 200 രൂപയ്ക്ക് അവിടെ വരുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ പ്രഭാകരൻ. അപ്പോൾ ഞങ്ങൾ ഒരുത്തിനോടൊപ്പം നിൽപ്പുണ്ട്. ഭയങ്കര കാറ്റാണ്, അവനെ പിടിക്കണം. അപ്പോൾ നിങ്ങൾ എന്താ പറയുക വെച്ചാൽ ഇവിടെ വരിക, അതിൻ്റെ എക്സ്പീരിയൻസ് അനുഭവിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് അയച്ചു തരിക. നമ്മൾ ഹോട്ടൽസോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക, നമ്മുടെ പിങ് ചെയ്യുക, നമ്മൾ അയച്ചു തരിക അതിൻ്റെ ഡീറ്റെയിൽസ്. ഒരു ഭീകര എക്സ്പീരിയൻസ് ആണ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് രാമേശ്വരം. അപ്പോൾ വി ആർ സൈനിങ് ഓഫ് ഫ്രം രാമേശ്വരം എന്ന് ഇംഗ്ലീഷിൽ പറയും. ഞങ്ങൾ ഇവിടുന്ന് വണ്ടി വിട്ട് പോകുന്നു എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ താങ്ക് യു. വീണ്ടും ഒന്നും കൂടെ രാമേശ്വരത്തിൻ്റെ മുകളിൽ നിന്നൊരു ഹെലി വ്യൂ നിങ്ങളെ കാണിക്കാൻ മാത്രം. ആ കാണുന്ന മാത്രമാണ് രാമേശ്വരം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിമനോഹരമായ പല കാഴ്ചകളുണ്ട്. അപ്പോൾ ബൈ ബൈ.